യൂസഫ് അലി സാറ് നിങ്ങൾക്ക് എല്ലാ വർഷവും നമ്മളൊരു ട്രസ്റ്റിൻ്റെ ഒരു സംഭാവന അവിടെ എത്തിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിപ്പോൾ ഈ വർഷം മുതൽ സാർ അത് 3 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷം ആക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട് ഈ വർഷം മുതൽ. നമ്മുടെ ഇക്കാക്ക് ചെറിയൊരു ആക്സിഡന്റ്, ഒരു ഹെലികോപ്റ്റർ അപകടം എറണാകുളത്ത് വെച്ചിട്ടുണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് ഈ ക്ഷേത്രത്തിന്റെ ആൾക്കാരാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ബന്ധങ്ങളാണ് യൂസഫ് അലിഖാനായിട്ട്. അപ്പോൾ അത് അപകടം നടന്ന് അപ്പം തന്നെ ഒന്നും സംഭവിച്ചില്ല, അറിഞ്ഞ വശം തന്നെ നമ്മൾ ഈ ക്ഷേത്രത്തിൽ യൂസഫ് അലിഖാന്റെ പേരിൽ സമ്പൂർണ്ണ ചുറ്റുവിളക്ക് നടത്തി ആൾക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ നടത്തിയത്. വർഷങ്ങളായി ഇവിടെ ഈ അങ്കണത്തിൽ വന്ന് ഉത്സവത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ആസ്വദിച്ച് പോയിരുന്ന യൂസഫ് അലി സാർ ഈ വർഷവും ഫെബ്രുവരി 3-ാം തീയതി വരുന്ന ഉത്സവത്തിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം കമ്മിറ്റി ആഗ്രഹിക്കുന്നു. ഇത്തവണത്തെ പൂരത്തിന് എം.എ. യൂസഫ് അലി പങ്കെടുക്കണമെന്ന അഭ്യർത്ഥന പങ്കുവച്ച് നാട്ടിക ബീച്ച് ആരിക്കിരി ഭഗവതി ക്ഷേത്രം ഭാരവാഹികൾ തൃപ്രയാർ വൈമാളിന്റെ ലാഭവിഹിതത്തിൽ നിന്ന് നാട്ടിക ആരിക്കിരി ഭഗവതി ക്ഷേത്രത്തിന് നൽകിയ 5 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയ ചടങ്ങിലാണ് ക്ഷേത്രം ഭാരവാഹികളുടെ അഭ്യർത്ഥന എത്തിയത്. മുൻ വർഷങ്ങളിൽ 3 ലക്ഷം രൂപയാണ് നൽകിയിരുന്നത്. ഈ വർഷം മുതൽ 5 ലക്ഷം രൂപയാക്കി ഉയർത്തിയിരുന്നു. യൂസഫ് അലി ജന്മനാട്ടിലെ പൂരം കാണാനായി കുട്ടിക്കാലത്ത് ഒരുപാട് തവണ എത്തിയിട്ടുള്ള ക്ഷേത്രം കൂടിയാണിത്. പിന്നീട് വ്യവസായ പ്രമുഖനായി വളർന്നപ്പോഴും വർഷങ്ങൾക്ക് മുമ്പ് പൂര ദിവസം സമയം കണ്ടെത്തി അദ്ദേഹം ഇവിടെ എത്തിയിരുന്നു. ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കും ദൈനംദിന പ്രവർത്തനങ്ങൾക്കുമായിട്ടാണ് എം.എ. യൂസഫ് അലിയുടെ സംഭാവനയായിട്ടുള്ള തുക കൈമാറിയത്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലിയുടെ നിർദ്ദേശപ്രകാരം വൈ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് ചെക്ക് കൈമാറുന്നത്. എം.എ. യൂസഫ് അലിക്ക് വേണ്ടി സെക്രട്ടറി ഇ.എ. ഹാരിസ്, ലുലു മീഡിയ ഹെഡ് എൻ.ബി. സ്വരാജ് എന്നിവർ ചേർന്ന് ഹാരിക്കിരി ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് എൻ.പി. ആഘോഷ്, സെക്രട്ടറി എ.കെ. ചന്ദ്രശേഖരൻ, കമ്മിറ്റി അംഗം എ.കെ. ഗോപി എന്നിവർക്ക് 5 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. സാധാരണയായിട്ട് എല്ലാ വർഷവും നമ്മൾ യൂസഫ് അലി സാറ് നിങ്ങൾക്ക് എല്ലാ വർഷവും നമ്മളൊരു ട്രസ്റ്റിൻ്റെ ഒരു സംഭാവന അവിടെ എത്തിക്കാറുണ്ടല്ലോ, സഹായം എത്തിക്കാറുണ്ട്. അപ്പോൾ അതിപ്പോൾ ഈ വർഷം മുതൽ സാർ അത് 3 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷം ആക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട് ഈ വർഷം മുതൽ. ഇനിയുള്ള എല്ലാ വർഷവും ഇനി 5 ലക്ഷം രൂപ ഇനി എല്ലാ വർഷവും തരാനാണ് സാറ് നമ്മൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, എങ്കിലും നമ്മളെ വൈമാളിൻ്റെ പ്രവർത്തനത്തിൻ്റെ ലാഭത്തിൽ നിന്നാണ് ഈ എമൗണ്ടുകൾ ഈ നമ്മളെ നാട്ടിക പഞ്ചായത്തിലുള്ള വിവിധ മത സ്ഥാപനങ്ങൾക്ക് സാറ് നൽകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭാവന നമ്മളോട് തരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇനി ഭാവിയിലുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രാർത്ഥനയും സാറിനും സാറിൻ്റെ കുടുംബത്തിനും സ്ഥാപനങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇത് കൈമാറണം. വൈമാൾ ഉദ്ഘാടന വേളയിൽ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, തൃപ്രയാർ സെന്റ് ജൂഡ് ദേവാലയം, നാട്ടിക ജുമാ മസ്ജിദ്, നാട്ടിക ആരിക്കിരി ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലേക്ക് പ്രഖ്യാപിച്ച സാമ്പത്തിക സഹായമാണ് പതിവ് തെറ്റിക്കാതെ ഇത്തവണയും കൈമാറിയത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ക്ഷേത്രത്തെ സഹായിക്കുന്ന അദ്ദേഹത്തിനും കുടുംബത്തിനും സ്ഥാപനങ്ങൾക്കുമുള്ള കൃതജ്ഞത എപ്പോഴും ഉണ്ടാകുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. യൂസഫ് അലി സാറും അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളും എന്നും വളരെ അടുപ്പം കാണിച്ചിട്ടുണ്ട്. ആ അടുപ്പം ഇപ്പോൾ കുറേ നാളുകളായി ഞങ്ങൾക്ക് ഉത്സവത്തിൻ്റെ അന്നദാനത്തിൻ്റെ ഒക്കെ ചിലവിലേക്ക് നല്ലൊരു തുക നൽകിക്കൊണ്ട് അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. ഇപ്പോൾ ഈ വർഷം മുതൽ അത് കൂട്ടിത്തരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെയും ഈ ക്ഷേത്ര ഊരായ്മക്കാരുടെയും ഈ ക്ഷേത്രത്തിലെ എല്ലാ ഭക്തന്മാരും, ഈ ക്ഷേത്രത്തിലെ എല്ലാ ഭക്തന്മാരും എന്നെന്നും അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളോടും കടപ്പെട്ടവരായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇക്കാക്ക് ചെറിയൊരു ആക്സിഡന്റ്, ഒരു ഹെലികോപ്റ്റർ അപകടം എറണാകുളത്ത് വെച്ചിട്ടുണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് ഈ ക്ഷേത്രത്തിന്റെ ആൾക്കാരാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ബന്ധങ്ങളാണ് യൂസഫ് അലിഖാനായിട്ട്. അപ്പോൾ അത് അപകടം നടന്ന് അപ്പം തന്നെ ഒന്നും സംഭവിച്ചില്ല, അറിഞ്ഞ വശം തന്നെ നമ്മൾ ഈ ക്ഷേത്രത്തിൽ യൂസഫ് അലിഖാന്റെ പേരിൽ സമ്പൂർണ്ണ ചുറ്റുവിളക്ക് നടത്തി ആൾക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ നടത്തിയത്. അത് അങ്ങനെ ഏറ്റവും അനുഗ്രഹമായി തീർന്നിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. യൂസഫ് അലി സാറ് നമ്മുടെ ഈ ക്ഷേത്രത്തിന് ഈ വർഷം മുതൽ 5 ലക്ഷം രൂപ ആക്കിയിട്ടാണ് ഈ തുക തരുന്നത്. നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇവിടെ പുനഃപ്രതിഷ്ഠ നടന്നു. അപ്പോൾ ഞങ്ങൾ ഒന്ന് ക്ഷണിച്ചിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് യൂസഫ് അലിക്ക് ഇവിടെ വന്നിട്ടാണ് പൂരം കണ്ടിരുന്നത്. ഈ പ്രദേശത്തെ പൂരം കണ്ടിരുന്നത് ഈ ക്ഷേത്രത്തിലാണ്. ഈ വർഷമെങ്കിലും യൂസഫ് അലിക്ക ഈ പൂരം കാണാൻ ഈ ക്ഷേത്ര സന്നിധിയിൽ ഒന്ന് വരുന്നൊരു ആഗ്രഹമുണ്ട്. അത് ഫെബ്രുവരി 3-ാം തീയതി ആണ് ഈ വർഷത്തെ പൂരം. അന്ന് ഇവിടെ നാട്ടിലുണ്ടെങ്കിൽ യൂസഫ് അലിക്ക ഒന്ന് വരണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. വർഷങ്ങളായി ഇവിടെ ഈ അങ്കണത്തിൽ വന്ന് ഉത്സവത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ആസ്വദിച്ച് പോയിരുന്ന യൂസഫ് അലി സാർ ഈ വർഷവും ഫെബ്രുവരി 3-ാം തീയതി വരുന്ന ഉത്സവത്തിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം കമ്മിറ്റി ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 2 വർഷം മുന്നേ നടന്ന നവീകരണ കലശത്തിന്
യൂസഫ് അലി സാറിനെ കിട്ടാനായിക്കൊണ്ട് ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു. അന്ന് ചില പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അന്ന് നാട്ടിൽ വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹം ഞങ്ങളോട് വിഷമപൂർവ്വം അതിൽ പങ്കെടുക്കാൻ പറ്റാത്ത കാര്യം ഞങ്ങളെ അറിയിച്ചിരുന്നു. അദ്ദേഹത്തിന് ആ ഇതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അതിൽ ഞങ്ങൾക്ക് വളരെയധികം പ്രയാസമുണ്ട്. അദ്ദേഹത്തിന് ഇനി വരാൻ പോകുന്ന ദ്രവീകരണ കലശത്തിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹവും അതിനായി വിധിയും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.